ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മോളിക്കുലർ സെൽ ബയോളജി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിന്റെ യൂണിറ്റ് 1, അതായത് യൂക്കാരിയോട്ടിക് സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. അത് 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിലെ പാർട്ട് 1 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്ററിന്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ എന്ത് നോക്കുന്നുണ്ട്, യൂക്കാരിയോട്ടിക് സെല്ലിന്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ യൂക്കാരിയോട്ടിക് സെല്ലിൽ പ്രസന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് സെൽ ഓർഗനൽസ് ഉണ്ട്. അപ്പം എന്താണ് സെൽ ഓർഗനൽസ്, സെൽ ഓർഗനൽസിന്റെ ഫങ്ഷൻ, അവരുടെ ഓർഗനൈസേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വിൽ ഓൾസോ എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽ ദാറ്റ് മേക്ക് അപ്പ് ടിഷ്യൂസ് ഓഫ് പ്ലാന്റ് ആൻഡ് ദി ആനിമൽസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ട് പോകുന്നത്. കമ്മിങ് ടു ദ ചാപ്റ്റർ, നമുക്ക് എല്ലാവർക്കും അറിയാം സെൽ എന്ന് പറയുന്നതാണ് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ളത്. അപ്പം ഈ സെല്ലിന്റെ അകത്ത് വേരിയസ് ഓർഗാനിക് മോളിക്യൂൾസ് പ്രസന്റ് ആയിട്ടുണ്ട് അല്ലേ. അതായത് ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞ് വേരിയസ് ഓർഗാനിക് മോളിക്യൂൾസ് സെല്ലിന്റെ അകത്ത് പ്രസന്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ സെൽ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഫസ്റ്റ് ആയിട്ട് കോയിൻ ചെയ്തിട്ടുള്ളത് റോബർട്ട് ഹുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ഇൻ 1665. ഓക്കെ, സോ അദ്ദേഹം മൈക്രോസ്കോപ്പിൽ കൂടെ ഒരു ഡെഡ് കോക്ക് ടിഷ്യൂ ഒബ്സർവ് ചെയ്തിരുന്നു. അപ്പം ആ സമയത്ത് എന്ത് കണ്ടു, ആ സെല്ലിൽ, ആ ഒരു ഡെഡ് കോക്ക് ടിഷ്യൂവിൽ കുറേ ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റ്സ് കണ്ടു. സോ ഈ കമ്പാർട്ട്മെന്റ്സിനെല്ലാം റോബർട്ട് ഹുക്ക് എന്ത് ചെയ്തു, സെൽ എന്ന് നെയിം ചെയ്തു. ഓക്കെ, ലാറ്റിനിൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ റൂംസ് എന്നാണ് അർത്ഥം. അങ്ങനെയാണ് റോബർട്ട് ഹുക്ക് സെൽ എന്ന് പറഞ്ഞിട്ടുള്ള നെയിം കോയിൻ ചെയ്യുന്നത്, ഫസ്റ്റ് ആയിട്ട് സെൽ എന്ന് പറഞ്ഞിട്ടുള്ള നെയിം കോയിൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ റോബർട്ട് ഹുക്ക് ആക്ച്വലി എന്താ ചെയ്തിട്ടുള്ളത്, ഡെഡ് സെല്ലിനെയാണ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. വെറാസ് ആന്റണി വാൻ ല്യൂവൻ ഹുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സയന്റിസ്റ്റ് ഫസ്റ്റ് ടൈം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലിവിങ് സെൽസിനെ ഒബ്സർവ് ചെയ്തു. സോ ഹി വാസ് എ പയനിയർ ഇൻ ഒബ്സർവിങ് ബാക്ടീരിയൽ, സ്പേം ആൻഡ് ദി റെഡ് ബ്ലഡ് സെൽസ്. റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നത് ഡെഡ് സെൽസിനെയാണ് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തതെങ്കിൽ ആന്റണി വാൻ ല്യൂവൻ ഹുക്ക് എന്ന് പറയുന്നത് ലിവിങ് സെല്ലിനെ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഏതൊരു ടൈപ്പ് സെൽ എടുത്താണെങ്കിലും, whether prokaryotic or eukaryotic cell, two things will be common. That is, the cells will be surrounded by a plasma membrane. Plasma membrane വെച്ചിട്ട് സറൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിൽ there will be a jelly like fluid. അതിനെ നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയും. അപ്പം 2 തിങ്സ് ഏതൊരു സെല്ലിലും കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഒന്ന് വന്നിട്ട് പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് ദി അതർ വൺ ഇസ് എ സൈറ്റോപ്ലാസം. കമ്മിങ് ടു ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് യൂക്കാരിയോട്ടിക് സെൽ, നമുക്കറിയാം മെയിൻലി 2 ടൈപ്പ് ഓഫ് സെല്ലാണല്ലേ ഉള്ളത്. ഒരു യൂക്കാരിയോട്ടിക് സെല്ലുണ്ട്, അതേപോലെ തന്നെ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഒരു സെല്ലുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഒരു യൂക്കാരിയോട്ടിക് അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് സെല്ലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? മെയിൻ ആയിട്ടും നമ്മൾ നോക്കുക എന്താണ്, ന്യൂക്ലിയസ് പ്രസന്റ് ആണോ അല്ലേ എന്നുള്ളത് നോക്കും. അപ്പം ന്യൂക്ലിയസ് പ്രസന്റ് ആണെങ്കിൽ അതെന്താണ്, ഒരു യൂക്കാരിയോട്ടിക് സെല്ലാണ്. ഇഫ് ന്യൂക്ലിയസ് ആബ്സെന്റ് ആണെങ്കിൽ അതെന്താണ്, ഒരു പ്രാകാരിയോട്ടിക് സെല്ലാണെന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ യൂക്കാരിയോട്ടിക് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിനകത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽ ഓർഗനൽസ് പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കും. വേറെസ് പ്രോകാരിയോട്ടിക് സെല്ലിൽ അത് ഉണ്ടായിരിക്കില്ല. മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ഉണ്ടായിരിക്കും, ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രോകാരിയോട്ടിക് സെൽസിന് എക്സാമ്പിൾസ് വരുന്നതാണ് ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നൊക്കെ പറയുന്നത് എന്താണ്, പ്രോകാരിയോട്ടിക് സെല്ലാണ്. സോ ദേ ലാക്ക് എ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ ഇസ് നോട്ട് എൻക്ലോസ്ഡ് വിത്തിൻ എ മെംബ്രെയിൻ. പ്ലസ് യൂക്കാരിയോട്ടിക് സെല്ലാണ് ആനിമൽ ആൻഡ് പ്ലാന്റ് സെൽ എന്ന് പറയുന്നത്. സോ ദിൽ ഹാവ് എ ട്രൂ ന്യൂക്ലിയസ് എൻക്ലോസ്ഡ് ബൈ മെംബ്രെയിനസ് envelope and contain specialized organelles for various cellular functions. Okay. Now, coming to the subcellular organelles. എന്താണ് subcellular organelles എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് they are metabolically active and permanent residents within the cytoplasm of the cell. സെൽ സൈറ്റോപ്ലാസത്തിന്റെ അകത്ത് മെറ്റബോളിക്കലി ആക്റ്റീവായി കാണപ്പെടുന്ന പെർമനന്റ് റെസിഡൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ്സെല്ലുലാർ ഓർഗനൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സബ്സെല്ലുലാർ ഓർഗനൽസ് എന്ന് പറയുന്നത് ദേ ക്യാൻ ബി ഐദർ മെംബ്രെയിൻ ബൗണ്ട് ആയിരിക്കാം ഓർ വിത്തൗട്ട് മെംബ്രെയിൻ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യുന്ന ഒരു സെല്ലിന് എന്ത് ചെയ്യുന്നു, ഇവർക്ക് ഈ ഓർഗനൽസിന് എന്തുണ്ടായിരിക്കും, ഒരു ഡെഫിനിറ്റ് ഷേപ്പും അതേപോലെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷനും ഇവർ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഈ സബ്സെല്ലുലാർ ഓർഗനൽസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ഫ്ലെജെല്ല ആൻഡ് സീലിയ എന്ന് പറയുന്നത്. നമുക്കറിയാം ഫ്ലെജെല്ല, സീലിയ എന്തിനാണ്, മെയിൻ ആയിട്ടും ലോക്കോമോഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം ഇവരെന്ത് ചെയ്യുന്നുണ്ട്,
ബേസൽ ബോഡിയിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് സീലിയ ഫ്ലെജല്ല കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി മെയിൻ ആയിട്ടും അപ്പൊ സീലിയൻ ഫ്ലെജല്ല നമ്മൾ പറഞ്ഞു സെൽ മെംബ്രെയിന്റെ ബേസൽ ബോഡിയിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് സീലിയൻ ഫ്ലെജല്ല കാണാനായിട്ട് പറ്റും. രണ്ടും എന്തിനാണ്? ലോക്കോമോഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്ട്രക്ചറിൽ വരുന്ന ഡിഫറൻസ് ആണ്. അതായത് സീലിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും ആൻഡ് ലാർജ് നമ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. വരസ് ഫ്ലെജല്ല എന്ന് പറയുന്നത് എന്താണ്? പ്രൊജക്ഷൻസ് ലാർജ് ആയിട്ടുള്ള പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻസ് ആയിരിക്കും ആൻഡ് ദേ വിൽ ബി ഫ്യൂ ഇൻ നമ്പർ. ഓക്കെ, ഇവന്റെ അറേഞ്ച്മെന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ദീസ് പ്രൊജക്ഷൻ കൺസിസ്റ്റ് ഓഫ് array of 2 central microtubules and 9 pairs of peripheral microtubules. അതായത് ഇവർക്കൊരു 9+2 അറേഞ്ച്മെന്റ് ആണ് വരുന്നത്. ഓക്കെ, 9+2 അറേഞ്ച്മെന്റ് ആണ് വരുന്നത്. അതായത് 9 എന്തുണ്ട്? പെരിഫറൽ മൈക്രോട്യൂബ്യൂൾസും 2 സെൻട്രൽ മൈക്രോട്യൂബ്യൂൾസും കാണപ്പെടുന്നുണ്ട്. ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ കാണാം. ഇതാണ് 2 സെൻട്രൽ മൈക്രോട്യൂബ്യൂൾസ്. ഈ പുറത്ത് കാണുന്ന ഇതുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെരിഫറൽ മൈക്രോട്യൂബ്യൂൾസ്. അത് 9 പെയേഴ്സിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ദിസ് മൈക്രോട്യൂബ്യൂൾസ് ദിൽ റൺ ഫ്രം ദ ബേസൽ ബോഡി ടുവേഴ്സ് ദ ടിപ്പ് ഓഫ് ദ സ്ട്രക്ചർ. അതായത് സീലിയ ഫ്ലെജല്ലയുടെ ടിപ്പിൽ വരെ ഈ ഒരു സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു സെൻട്രൽ മൈക്രോട്യൂബ്യൂൾസ്, പെരിഫറൽ മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞു. എന്താ മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ? സൈറ്റോസ്കെലിറ്റൽ കമ്പോണൻസിനെയാണ് നമ്മൾ മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ടും സെല്ലിന് സ്ട്രക്ചർ, അതേപോലെ തന്നെ സെൽ മോട്ടിലിറ്റി, സെല്ലിന് ഷേപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സൈറ്റോസ്കെലിറ്റൻ വഴിയാണ്. മെയിനായിട്ട് 3 സൈറ്റോസ്കെലിറ്റൽ കമ്പോണൻസ് ഉണ്ട്: മൈക്രോഫിലമെന്റ്സ്, മൈക്രോട്യൂബ്യൂൾസ് ആൻഡ് ദെൻ കംസ് ദി ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ്. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ആയിട്ടും പറയുന്നത് മൈക്രോട്യൂബ്യൂൾസ് ആണ്, അവരുടെ അറേഞ്ച്മെന്റ് ആണ്. സീലിയയിലും ഫ്ലെജല്ലയിലും 9+2 അറേഞ്ച്മെന്റ് ആണ്. 2 സെൻട്രൽ മൈക്രോട്യൂബ്യൂൾസും 9 പെയർസ് ഓഫ് പെരിഫറൽ മൈക്രോട്യൂബ്യൂൾസും ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ മൈക്രോട്യൂബ്യൂൾസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ആൽഫ ബീറ്റ ട്യൂബുലിൻ ഡൈമേഴ്സ് ആണ് അവരുടെ മോണോമർ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് സീലിയ ഫ്ലെജല്ലേനെ പറ്റിയിട്ട് ഈ ഒരു സ്ലൈഡിൽ നോക്കാനായിട്ട് വരുന്നത്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് സെൽ വാളിനെ പറ്റിയിട്ടാണ്. അതായത് എല്ലാ യൂക്കാരിയോട്ടിക് സെല്ലിലും such as fungi, algae and higher plants, they'll possess a cell wall. എന്താണ് സെൽ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദേ ആർ എ സെമി റിജിഡ് കവറിംഗ് ദാറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് എ സെൽ. സെല്ലിന് ഷേപ്പും ഇന്റഗ്രിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന സെമി റിജിഡ് കവറിങ്ങിനെയാണ് നമ്മൾ സെൽ വാൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഏതൊരു സെല്ലാണെങ്കിലും അതിന് എന്തുണ്ടായിരിക്കും? സെൽ മെംബ്രെയിൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ഈ പ്ലാസ്മ മെംബ്രെയിനിന്റെ എക്സ്റ്റേണലി അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിന് എക്സ്റ്റേണലി കാണുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൽ വാൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ സെൽ വാൾ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് പോളിസാക്രൈഡ്സ് കൊണ്ടാണ്. സോ എന്താണ് പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു സിംഗിൾ ഷുഗർ യൂണിറ്റ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. സേ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ഷുഗർ യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ അതിന് മോണോമർ എന്നാണ് പറയുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ മോണോസാക്രൈഡ്സ് ജോയിൻ ചെയ്ത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴി ജോയിൻ ചെയ്ത് ലോങ് ചെയിൻ ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പോളിസാക്രൈഡ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ സെൽ വാൾ ഓഫ് യൂക്കാരിയോട്ട് ഇസ് കമ്പോസ് പ്രിൻസിപ്പലി ഓഫ് ദി പോളിസാക്രൈഡ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ എന്താണ്? ആനിമൽ സെൽസിൽ എന്താണ്? ഈ സെൽ വാള് ആബ്സെന്റ് ആണ്. പ്ലാന്റ് സെൽസ്, ഫംഗൈ, ആൽഗയിലൊക്കെ നമുക്ക് ഈ സെൽ വാള് കാണാം. ആനിമൽ സെൽസ് ഡസ് നോട്ട് പോസസ് ദി സെൽ വാൾ. ഇനി ആൽഗെ ആൻഡ് ഹയർ പ്ലാന്റ്സിൽ അവരുടെ സെൽ വാൾ എന്ന് പറയുന്നത് കമ്പോസ് ചെയ്തിരിക്കുന്നത് പോളിസാക്രൈഡ് ആയ സെല്ലുലോസ് കൊണ്ടാണ്. അപ്പം ഈ സെല്ലുലോസിൽ അവരുടെ മോണോമർ യൂണിറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ഗ്ലൂക്കോസ് ആണ്. അതായത് കുറെ ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ടുഗെദർ ഫോം ചെയ്തിട്ടാണ് സെല്ലുലോസ് ഫോം ചെയ്യുന്നത്. അവിടെ വരുന്ന ലിങ്കേജ് എന്ന് പറയുന്നത് ഈ ഗ്ലൂക്കോസ് യൂണിറ്റ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് β14 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴിയാണ് ഇവർ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി ഫംഗൈ ആണെങ്കിൽ അവരുടെ പോളിസാക്രൈഡ്, സെൽ വാൾ ഇസ് കമ്പോസ്ഡ് ഓഫ് എ പോളിസാക്രൈഡ് ദാറ്റ് ഇസ് കോൾഡ് ആസ് കൈറ്റിൻ, ആൻഡ് അവരുടെ മോണോസാക്രൈഡ് എന്ന് പറയുന്നത് N-acetyl glucosamine യൂണിറ്റ്സ് ആണ്. ആൻഡ് ഈസ്റ്റിലാണെങ്കിൽ ഗ്ലൂക്കൻ ആൻഡ് മെന്നൻ വെച്ചിട്ടാണ് ഈസ്റ്റിൽ എന്ത് ചെയ്തേക്കുള്ളത്? സെൽ വാൾ ഫോം ചെയ്തിട്ടുള്ളത്. ഇനി പ്രോട്ടോസോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ്? ദേ ഡസ് നോട്ട് ഹാവ് എ
cell wall. Instead, it possesses a flexible outer covering that is called as the pellicle. അപ്പം ആൽഗെ ആൻഡ് ഹയർ പ്ലാന്റ്സ് ആണെങ്കിൽ സെല്ലുലോസ് കൊണ്ടും അവർ ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ് അവരുടെ മോണോമർ ആയിട്ട് വരുന്നത്. ഗ്ലൂക്കോസ് യൂണിറ്റ്സിനെ β14 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഫംഗൈ ആണെങ്കിൽ കൈറ്റിൻ ആണ് പോളിസാക്രൈഡ്, അവിടെ എൻ എസറ്റൈൽ ഗ്ലൂക്കോസമീൻ യൂണിറ്റ്സ് ആണ് എന്തായിട്ട് വരുന്നത്, അവരുടെ മോണോമേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഈസ്റ്റ് ആണെങ്കിൽ ഗ്ലൂക്കൻ ആൻഡ് മാലിൻ ആണ് വരുന്നത്. പ്രോട്ടോസോവ ആണെങ്കിൽ ദി ഡസ് നോട്ട് പൊസസ് സെൽ വാൾ. ആനിമൽസിലും സെൽ വാൾ ഇല്ല, പക്ഷെ പ്രോട്ടോസോവയുടെ കേസിൽ സെൽ വാൾ ഇല്ല, പക്ഷെ അവർക്ക് എന്തുണ്ട്, ഒരു ഫ്ലെക്സിബിൾ ഔട്ടർ കവറിംഗ് ആയിട്ടുള്ള പെല്ലിക്കിൾ പ്രസന്റ് ആയിട്ടുണ്ട്. ഇനി കമ്മിങ് ടു ദ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, ഈ പ്ലാസ്മ മെംബ്രെയിനെ തന്നെയാണ് നമ്മൾ ഈ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ ലെമ്മ എന്നൊക്കെ പറയുന്നത്. സോ ദേ ആർ വെരി തിൻ, ഇലാസ്റ്റിക് ആൻഡ് സെമി ഫ്ലൂയിഡ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ്. ഓക്കെ, ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സബ്സ്റ്റൻസിനും പ്ലാസ്മ മെംബ്രെയിൻ വഴി കടത്തിവിടില്ല. ചില മെംബ്രെയിൻസ് ഈസിലി പെർമിയബിൾ, ചില സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഈസിലി പെർമിയബിൾ ആയിരിക്കും. ചിലത് ലാർജ് മോളിക്യൂൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും, ഈസിലി പെർമിയബിൾ അല്ല. ഓക്കെ, അപ്പം അതിനാണ് നമ്മൾ സെലക്റ്റീവ് പെർമിയബിൾ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു എന്താ പറയുക, നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും കമ്പോസ് ചെയ്തിരിക്കുന്നത് പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ് കൊണ്ടാണ്. മെയിൻ ആയിട്ടും പ്രോട്ടീൻസും ലിപ്പിഡ്സും ആണ് മേജർ കമ്പോണന്റ് ആയിട്ട് വരുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മൈനർ കമ്പോണന്റ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഈ പ്ലാസ്മ മെംബ്രെയിൻ, ഈ ലിപ്പിഡ്സും പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ എങ്ങനെയാണ് പ്ലാസ്മ മെംബ്രെയിനിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആരാണ്, എസ്.ജെ. സിംഗർ ആൻഡ് ജി നിക്കോൾസൺ ഇൻ 1972 ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡല് കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ ഇത് പ്രകാരം എന്താ പറയുന്നത്, ഈ ഒരു പ്ലാസ്മ മെംബ്രെയിന് ഒരു ഫ്ലൂയിഡ് നേച്ചർ ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഇവർ ഒട്ടും സ്റ്റാറ്റിക്, അതായത് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നതല്ല, അവർ ഡൈനാമിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് പറയുന്നുണ്ട്. ആൻഡ് ഇവർ ആംഫിഫിലിക് ആണ്. ആംഫിഫിലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു പോളാർ ഹെഡ് ഗ്രൂപ്പും നോൺ പോളാർ ആയിട്ടുള്ള ടെയിൽ ഗ്രൂപ്പും. ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഹെഡ് ആൻഡ് ടെയിൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പം ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോളാർ ആണ്, അതായത് വാട്ടർ ലവിങ്ങും. ടെയിൽ എന്ന് പറയുന്നത് നോൺ പോളാർ ആണ്, വാട്ടർ ഫിയറിംഗ് ആയിട്ടുള്ളതാണ്. അപ്പം ഇവരെന്താണ്, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, ബൈലെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ബൈലെയർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഹെഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് പുറത്തോട്ട് വരുന്ന രീതിയിലും ടെയിൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഉള്ളിലോട്ട് വരുന്ന രീതിയിലുമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് എന്തുണ്ടായിരിക്കും, അവർക്ക് പൊളാരിറ്റി അല്ലെങ്കിൽ ആംഫിഫിലിക് നേച്ചർ കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇവരിൽ കാണുന്ന മെയിൻ ടൈപ്പ്, പ്ലാസ്മ മെംബ്രെയിനിൽ കാണുന്ന മെയിൻ ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ് പെരിഫറൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് പ്രോട്ടീൻസ്. ആൻഡ് രണ്ടാമത് വരുന്നതാണ് ഇൻട്രിൻസിക് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഇന്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ പെരിഫറൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് എന്താണ്, വി ആർ ലൊക്കേറ്റഡ് ഓൺ ദി ഔട്ടർ ആൻഡ് ഇന്നർ സർഫസ് ഓഫ് ദി ലിപ്പിഡ് ബൈലെയർ. ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ. അതായത് നമ്മുടെ പെരിഫറൽ പ്രോട്ടീൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് പെരിഫറൽ പ്രോട്ടീൻസ് എവിടെ, ഔട്ടർ സർഫസിൽ പെരിഫറൽ പ്രോട്ടീൻസ് കാണാനായിട്ട് പറ്റുന്നില്ലേ, ആണ് പെരിഫറൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇന്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെംബ്രെയിനെ സ്പാൻ ചെയ്തിട്ട് കാണുന്നുണ്ട്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും രണ്ട് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്, പെരിഫറൽ പ്രോട്ടീൻസും അതേപോലെ തന്നെ ഇന്റഗ്രൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് പ്രോട്ടീൻസും ആണ് വരുന്നത്. ഇനി എന്തൊക്കെ ഫങ്ഷൻസ് ആണ് പ്ലാസ്മ മെംബ്രെയിൻ ചെയ്യുന്നത്? മെയിൻ ആയിട്ടും പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ കണ്ടന്റ്സ് ഓഫ് ദി സെല്ലിനെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫംഗ്ഷൻ. പിന്നെ നമ്മൾ പറഞ്ഞു ഇവരെന്താണ്, സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ് പറഞ്ഞത് അല്ലേ. ആസ് ഇറ്റ് സെലക്റ്റീവ്ലി അലൗസ് ദ ഫ്ലോ ഓഫ് മോളിക്യൂൾസ് ത്രൂ ദ മെംബ്രെയിൻ. മെയിൻ ആയിട്ടും 3 മെത്തേഡ്സ് വഴിയാണ് പ്ലാസ്മ മെംബ്രെയിൻ അക്രോസ് ആയിട്ട് മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഫസ്റ്റ് മെത്തേഡാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്താണ്, എനർജി റിക്വയർമെന്റ് ഇല്ല. മോളിക്യൂൾസ് എല്ലാം ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതായത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഡിപ്പെൻഡന്റ് ആയിട്ടാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്യാസസ്. രണ്ടാമത് വരുന്നതാണ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്,
ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിനാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് വരുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. നേരത്തെ പറഞ്ഞ ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസിന് എനർജി റിക്വയർമെന്റ് ഇല്ല. പക്ഷെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ്? ATP അല്ലെങ്കിൽ എനർജി റിക്വയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മോളിക്യൂൾസ് ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ഡിഫ്യൂഷൻ ഓസ്മോസിസ് എങ്ങനെയാണ്? ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷൻ ആണ്. ഇവിടെ ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലാണ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ഇറ്റ് റിക്വയർ സ്പെസിഫിക് പ്രോട്ടീൻ കാരിയേഴ്സ് കോൾ ട്രാൻസ്പോർട്ടേഴ്സിന്റെ ആവശ്യം വരില്ലുണ്ട്. ഇനി ഈ പാസീവ് ഡിഫ്യൂഷൻ അതേപോലെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടും കൂടാതെ വേറെ പ്രോസസ്സുകളുണ്ട്. എക്സോസൈറ്റോസിസ്, എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയും എന്ത് നടക്കുന്നുണ്ട്? മോളിക്യൂൾസിന്റെ ട്രാൻസ്പോർട്ട് അക്രോസ് ദ മെംബ്രെയിൻ നടക്കുന്നുണ്ട്. എക്സോസൈറ്റോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ്പെൽ ഔട്ട് ചെയ്യുക, ഉള്ളിൽ നിന്ന് പ്രോഡക്ട്സ് പുറത്തോട്ട് എക്സ്പെൽ ഔട്ട് ചെയ്യുന്നത്. എൻഡോസൈറ്റോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്ന് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത്, ഉള്ളിലോട്ട് ഇൻടേക്ക് ചെയ്യുന്ന പ്രോസസ്സ്. 3 മെത്തേഡ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? ഡിഫ്യൂഷൻ, ഓസ്മോസിസ് ആൻഡ് ദി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു സെൽ മെംബ്രെയിൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞാണ് സൈറ്റോപ്ലാസം. ഏതൊരു സെല്ലിലും കാണുന്ന രണ്ടാമത്തെ കമ്പോണന്റ് ആണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ആണ് അല്ലെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ആ ഫ്ലൂയിഡിന്റെ അകത്ത് സെൽ ഓർഗനൽസും അലോങ് വിത്ത് ന്യൂട്രിയൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഈ യുക്കാരിയോട്ടിക് സൈറ്റോപ്ലാസത്തിന് ഒരു കോംപ്ലക്സ് ഇന്റേണൽ സ്ട്രക്ചർ ആണ്. അതായത് മൈക്രോ ട്യൂബ്യൂൾസ്, മൈക്രോ ഫിലമെന്റ്സ്, ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ഒക്കെ നമുക്ക് ഈ ഒരു സൈറ്റോപ്ലാസത്തിന്റെ അകത്ത് കാണാനായിട്ട് പറ്റും. അപ്പൊ മൈക്രോ ഫിലമെന്റ്സ്, ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ്, മൈക്രോ ട്യൂബ്യൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മേജർ കമ്പോണൻസ് ഓഫ് സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുന്നത്. ഇനി ഈ സൈറ്റോപ്ലാസ്റ്റിൽ കാണുന്ന വൺ ഓഫ് ദി പ്രോസസ് ആണ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തിന്റെ മൂവ്മെന്റിനെയാണ് അത് പറയുന്നത്. മൂവ്മെന്റ് ഓഫ് സൈറ്റോപ്ലാസം ഫ്രം വൺ പാർട്ട് ടു ദി അതർ പാർട്ട് ഓഫ് ദി സെൽ, അതിനാണ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ നടക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ടായിരിക്കും? നമ്മൾ പറഞ്ഞല്ലേ സെല്ലിന്റെ ഉള്ളിൽ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട്. സെൽ ഓർഗനൽസ് അലോങ് വിത്ത് ന്യൂട്രിയൻസ് നമുക്ക് സൈറ്റോപ്ലാസ്മിന്റെ അകത്ത് കാണാൻ പറ്റും. അപ്പം ഈ ന്യൂട്രിയൻസ് എല്ലാം തന്നെ എന്തുണ്ടാവും? ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ന്യൂട്രിയൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് മെയിൻ ആയിട്ട് അവിടെ നടക്കുന്നത്. ഇനി അടുത്തത് വരുന്ന ഒരു സെൽ ഓർഗനലിലാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെല്ലിന്റെ സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടാണ് നമുക്ക് ന്യൂക്ലിയസിനെ കാണാനായിട്ട് പറ്റുന്നത്. ന്യൂക്ലിയസിന്റെ അകത്ത് എന്തുണ്ട്? നമ്മുടെ ഹെറിഡിറ്ററി മെറ്റീരിയൽ ആയിട്ടുള്ള DNA പ്രസന്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഇസ് എ കോൺസ്പീഷ്യസ് ഓർഗനലി ഇൻ എ സെൽ, ഐദർ സ്പിരിക്കൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സെൻട്രലി ലൊക്കേറ്റഡ് ഇൻ ദ സൈറ്റോപ്ലാസം ആൻഡ് കണ്ടെയ്ൻസ് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദി ഹെറിഡിറ്ററി ഇൻഫർമേഷൻ, ദാറ്റ് ഇസ് ദ DNA ന്യൂക്ലിയസിന്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ന്യൂക്ലിയസിനെ കവർ ചെയ്ത് കാണുന്ന പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് നമ്മൾ പറയുന്നത്, ഇവർ ഡബിൾ മെംബ്രെയിനസ് ആണ്. അതായത് ഇവർക്ക് ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഔട്ടർ ആൻഡ് ഇന്നർ മെംബ്രെയിന്റെ ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെരി ന്യൂക്ലിയർ സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാണ് ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത്, ഇതാണ് ഇന്നർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ഔട്ടർ ആൻഡ് ഇന്നർ മെംബ്രെയിന്റെ ഇടയിൽ കാണുന്ന ഈ ഒരു സ്പേസിനാണ് നമ്മൾ പെരി ന്യൂക്ലിയർ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചില സ്ഥലത്ത് എന്തുണ്ടാവും? ഈ ഔട്ടർ മെംബ്രെയിൻ എൻവലപ്പിന്റെ ഔട്ടർ മെംബ്രെയിനും അതേപോലെ തന്നെ ഇന്നർ മെംബ്രെയിനും ഫ്യൂസ് ചെയ്തതിന് ശേഷം ദേ വിൽ ഫോം ദി ന്യൂക്ലിയർ പോർ ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ കണ്ടോ, ഔട്ടർ ആൻഡ് ഇന്നർ മെംബ്രെയിൻ ഫ്യൂസ് ചെയ്തതിന് ശേഷം ദേ വിൽ ഫോം ദി ന്യൂക്ലിയർ പോർ ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ന്യൂക്ലിയർ പോർ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് എന്തെങ്കിലും സബ്സ്റ്റൻസസ് ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലോട്ട് പോകണമെങ്കിൽ ഈ ന്യൂക്ലിയർ പോറ് വഴിയാണ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് കാണാം ഈ ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സോ ഔട്ടർ മെംബ്രെയിൻ ഇസ് ആക്ച്വലി കണ്ടിന്യൂസ് വിത്ത്, കണ്ടോ, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി ന്യൂക്ലിയസിന്റെ അകത്ത് കാണുന്ന ഒരു സബ് കമ്പാർട്ട്മെന്റ് ഉണ്ട്, അതിനാണ് നമ്മൾ ന്യൂക്ലിയോലസ്, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനെന്താണ്? ഫോസ്ഫോലിപ്പിഡ് മെംബ്രെയിൻ,
ഇത് ആബ്സെന്റ് ആയിരിക്കും. ആൻഡ് മെയിൻ ആയിട്ടും ഇതെന്താണ്, റൈബോസോമൽ RNA സിന്തസിസിനാണ് ന്യൂക്ലിയോലസ് മെയിൻ ആയിട്ടും ഇൻവോൾവ് ആയിട്ടുള്ളത്. ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ന്യൂക്ലിയസിന്റെ അകത്ത് കാണുന്ന ഒരു സബ് കമ്പാർട്ട്മെന്റ് ആണ്. അപ്പം ഇവരെന്തിനാ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, മെയിൻ ആയിട്ടും റൈബോസോമൽ RNA സിന്തസിസിനാണ് ഈ ന്യൂക്ലിയോലസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് വരുന്നതാണ് ക്രോമസോം. അപ്പം ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും ദേ ആർ കമ്പോസ്ഡ് ഓഫ് ക്രൊമാറ്റിൻ ഫൈബേഴ്സ് കൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഹെൻറിച്ച് വിൽഹെം ഇൻ 1888 ഒരു ക്രോമസോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്രോമസോം മീനിങ് കളേർഡ് ബോഡി എന്നാണ് അർത്ഥം. അപ്പം ഈ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ വേരി, അതായത് എമംഗ് ആനിമൽസും എമംഗ് പ്ലാന്റ് സ്പീഷീസും ഇത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വേരി ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ക്രോമസോം എന്ന് പറയുന്നത് കമ്പോസ് ചെയ്തിരിക്കുന്ന ക്രൊമാറ്റിൻ ഫൈബേഴ്സ് കൊണ്ടാണ്. അപ്പം എങ്ങനെയാണ് ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ക്രോമസോമായി മാറുന്നത്, അതായത് ന്യൂക്ലിയർ ഡിവിഷന്റെ സമയത്ത് ഈ ക്രോമാറ്റിൻ ഫൈബേഴ്സ് എന്ത് ചെയ്യും, കണ്ടൻസ്ഡ് ആയിട്ടാണ് ക്രോമസോംസ് ആക്ച്വലി ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഇതാണ് നമ്മുടെ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് എന്നാണ് കണ്ടൻസ് ചെയ്തിട്ട് ഫൈനലി നമ്മൾ ഈ കാണുന്ന ക്രോമസോം ഉണ്ടാവും. അപ്പൊ ഈ ക്രോമസോമിൽ എന്താണ്, ഒരു പ്രൈമറി കൺസ്ട്രക്ഷൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്താണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്. ആൻഡ് പ്രൈമറി കൺസ്ട്രക്ഷന്റെ രണ്ട് സൈഡിലുമായിട്ട് 2 pairs ഓഫ് ആംസ് കാണുന്നുണ്ട്, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രൊമാറ്റിഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ന്യൂക്ലിയർ ഡിവിഷന്റെ സമയത്ത് ഈ സെൻട്രോമിയർ പ്രൈമറി കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള നമ്മുടെ സെൻട്രോമിയറിലോട്ടാണ് ഈ മൈക്രോ ട്യൂബ്യൂൾസ് ഒക്കെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. രണ്ട് സിസ്റ്റർ ക്രൊമാറ്റിഡ്സിനെ എന്ത് ചെയ്യണം, നമുക്ക് സെപ്പറേറ്റ് ഔട്ട് ചെയ്യണം അല്ലേ. അപ്പൊ ഈ പ്രൈമറി കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള നമ്മുടെ സെൻട്രോമിയറിലോട്ടാണ് മൈക്രോ ട്യൂബ്യൂൾസ് എല്ലാം വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി സെക്കൻഡറി കൺസ്ട്രക്ഷൻസ് ആർ ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ന്യൂക്ലിയോലൈ, അതായത് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന്റെ അകത്ത് കാണുന്ന ഒരു സബ് കമ്പാർട്ട്മെന്റ്, അതിന് ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോലൈ എന്ന് പറയാം. അപ്പം അതിൽ കാണുന്നതാണ് സെക്കൻഡറി കൺസ്ട്രക്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അവരാണ് നമ്മൾ നോർ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഓർഗനൈസിംഗ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ന്യൂക്ലിയർ ഓർഗനൈസിംഗ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ന്യൂക്ലിയൈന്റെ അകത്ത് കാണുന്ന സെക്കൻഡറി കൺസ്ട്രക്ഷൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയർ ഓർഗനൈസിംഗ് റീജിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വരുന്നതാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സിൽ എന്തുണ്ട്, റിപ്പീറ്റിംഗ് ആൻഡ് പാറ്റേൺ ഓഫ് ബോഡീസ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ന്യൂക്ലിയോസോംസ്. ഈ ന്യൂക്ലിയോസോംസ് എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്, DNA അതേപോലെ തന്നെ സ്പെസിഫിക് പ്രോട്ടീൻസ് ആയിട്ടുള്ള ഹിസ്റ്റോൺസും. DNAയും ഹിസ്റ്റോൺസും ടുഗെദർ ആണ് എന്ത് ഫോം ചെയ്യുന്നത്, നമ്മുടെ ന്യൂക്ലിയോസോം ഫോം ചെയ്യുന്നത്. അപ്പം ഹിസ്റ്റോൺ ലേറ്റർ ദെയിൽ ഫോം ഹിസ്റ്റോൺ സ്പെസിഫിക് പ്രോട്ടീൻസ് ആയിട്ടുള്ള ഹിസ്റ്റോൺ ദെയിൽ ഫോം ഹിസ്റ്റോൺ കോർ ഫോം ചെയ്യും. ഈ ഹിസ്റ്റോൺ കോറിലോട്ട് 2 നാനോമീറ്റർ തിക്നെസ് ഉള്ള DNA 2 പ്രാവശ്യം കോയിൽ ചെയ്തിട്ടായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നമ്മൾ പറഞ്ഞു ഹിസ്റ്റോൺ കോർ എന്ന് പറഞ്ഞു. അപ്പം ഈ ഹിസ്റ്റോൺ കോർ ഇസ് ആക്ച്വലി ഫോംഡ് ഓഫ് 4 ഹിസ്റ്റോൺസ്. ഓക്കെ, അതായത് ഒക്ടാമർ ഫോമിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. 4 ഹിസ്റ്റോൺസ് ഒരു ഒക്ടാമർ ഫോമിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഏതൊക്കെയാണ് കോർ ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത്, H2A, H2B, H3 ആൻഡ് H4 എന്ന് പറയുന്ന കോർ ഹിസ്റ്റോൺസ് ഉണ്ട്. അതായത് H2A ആണെങ്കിൽ 2 കോപ്പി, H2Bയുടെ 2 കോപ്പി, H3യുടെ 2 കോപ്പി, H4ന്റെ 2 കോപ്പി, ടോട്ടൽ 8 വന്നില്ലേ, 8 ഹിസ്റ്റോൺസ് വന്നല്ലോ. ഇവർ കൂടിയിട്ടാണ് മെയിൻ ആയിട്ടും ഹിസ്റ്റോൺ കോർ ഫോം ചെയ്യുന്നത്. പിന്നെ വേറെ വരുന്ന ഒരു 5th ഹിസ്റ്റോൺ ഉണ്ട്, H1 എന്ന് പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോൺ ഉണ്ട്. അതെന്ത് ചെയ്യുന്നു, ഈ DNA എൻട്രി ആൻഡ് എക്സിറ്റ് സൈറ്റിനെ കണക്ട് ചെയ്തിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ കോർ ഹിസ്റ്റോൺസ് എന്ന് പറയുമ്പോൾ H2A, H2B, H3 ആൻഡ് H4 ആണ് കോർ ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത്. ഇതിന്റെ 2 കോപ്പീസ് ടുഗെദർ ദേ വിൽ ഫോം ദി കോർ ഹിസ്റ്റോൺ ഫോം ചെയ്യുന്നു. അത് കൂടാണ്ട് നമ്മൾ പറഞ്ഞു 5th ആയിട്ട് നമുക്ക് വേറൊരു ഹിസ്റ്റോണും കൂടെ കാണുന്നുണ്ട്, അതാണ് H1 എന്ന് പറയുന്നത്. അത് DNA എൻട്രി ആൻഡ് എക്സിറ്റ് സൈറ്റിലായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഈ കോർ ഹിസ്റ്റോൺസും ലിങ്കർ DNA ആൻഡ് H1 ഇവർ കൂടിയിട്ടാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്, മോണോ ന്യൂക്ലിയോസോം അല്ലെങ്കിൽ ക്രൊമാറ്റോസോം എന്ന് പറയുന്ന സ്ട്രക്ചർ.
ഒരു ന്യൂക്ലിയോസോം എന്ന് പറയുമ്പം അതിൽ ഹിസ്റ്റോൺ കോർ ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞ H2H2B H3 ആൻഡ് H4 കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല, 2 കോപ്പീസ് വീതം വെച്ച് ഹിസ്റ്റോൺ കോർ ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ലിങ്കർ DNA ഉണ്ടായിരിക്കും. പിന്നെ H1 എന്ന് പറയുന്ന നമ്മുടെ ഹിസ്റ്റോൺ പ്രോട്ടീൻ. ടുഗെദർ ദേ ഫോം എ മോണോ ന്യൂക്ലിയോസോം അല്ലെങ്കിൽ ക്രോമാറ്റോസോം ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ കണ്ടോ, അതായത് ഈ ഒരു ഫിഗറിൽ കോർ ഹിസ്റ്റോൺസ് അതിന് റാപ്പ് ചെയ്ത് കാണുന്ന DNA കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേറെ ഇപ്പുറത്തെ സൈഡിൽ കോർ ഹിസ്റ്റോൺസ് അതിന് റാപ്പ് ചെയ്ത് കാണുന്ന DNA. അപ്പം ഇതിനെ രണ്ടിനെയും ലിങ്ക് ചെയ്യുന്ന ഒരു DNA പോർഷൻ ഉണ്ട്, അതിനാണ് നമ്മൾ ലിങ്കർ DNA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ടോട്ടലി ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് ഇതിൽ നോക്കാനായിട്ടില്ല. എന്താണ് ഹിസ്റ്റോൺ കോർ, ലിങ്കർ DNA ആൻഡ് H1 ഹിസ്റ്റോൺ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു സ്ട്രക്ചർ നമുക്കൊരു ബീഡ് ഓൺ എ സ്ട്രിങ് സ്ട്രക്ചർ ആയിട്ടാണ് കാണുന്നത്. ബീഡ്സ് ആയിട്ട് എന്താക്ട് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത് ബീഡ്സ് ആയിട്ടും ഈ DNA പോർഷൻ ആണ് നമുക്ക് എന്തായിട്ടാണ് സ്ട്രിങ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി 2 ക്ലാസ് ഓഫ് ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു 10 നാനോമീറ്റർ ആൻഡ് 30 നാനോമീറ്റർ ഡയമീറ്ററിൽ വരുന്നത്. അതായത് ഇനീഷ്യലി 10 നാനോമീറ്റർ ആവുന്ന സമയത്ത് ഇത് ഭയങ്കര ലൂസ്ലി അറേഞ്ച്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്, ഒരു ലോങ് ചെയിൻ പോലെ ലൂസ്ലി അറേഞ്ച്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇനി 10 നാനോമീറ്റർ കോയിൽ ചെയ്തിട്ടാണ് 30 നാനോമീറ്റർ ഫോം ചെയ്യുന്നത്. 30 നാനോമീറ്റർ ക്രൊമാറ്റിൻ ഫൈബർ ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവര് ആക്ച്വലി സോളിനോയിഡ് മോഡലിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോളിനോയിഡ് മോഡൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഹെലിക്കലി അറേഞ്ച് ചെയ്യുന്നു. അപ്പം ഒരെണ്ണത്തിൽ മുകളിൽ കാണുന്ന, നമ്മളിപ്പോൾ മുകളിൽ നോക്കുന്ന സമയത്തിൽ ഒരെണ്ണത്തിൽ 6 ന്യൂക്ലിയോസോംസ് കാണും. പിന്നെ അതിൻ്റെ ഇപ്പൊ സ്പ്രിങ് ഒക്കെ നമ്മൾ എടുക്കൂലേ, അപ്പൊ സ്പ്രിങ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ കോയിൽ ചെയ്തിട്ടല്ലേ കാണാം. അപ്പൊ മുകളിൽ എല്ലാവരും വട്ടത്തില് 6 ന്യൂക്ലിയോസോംസ് ഉണ്ടായിരിക്കും, പിന്നെ അടിയിലേക്ക് 6. അങ്ങനെ സോളിനോയിഡ് മോഡലിലാണ് ഈ 30 നാനോമീറ്റർ ക്രൊമാറ്റിൻ ഫൈബർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വീണ്ടും നമ്മുടെ മെറ്റാഫേസിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് വീണ്ടും ഈ ക്രൊമാറ്റിൻ ഫൈബർ എന്തെയും കണ്ടൻസ് ചെയ്തിട്ട് 30 നാനോമീറ്ററിൽ നിന്ന് 70 നാനോമീറ്ററിലോട്ട് മാറും. അതിനാണ് ക്രൊമാറ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി പറയുന്നതാണ് അടുത്ത നമ്മുടെ ഓർഗനെല്ലി ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. സോ ഇയർ കംപ്രൈസസ് an extensive network of close, flattened, membrane-bound sacs called cisternae and interconnected tubules. അതായത് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ട് സാക്സ് കോൾഡ് സിസ്റ്റേർണി പ്ലസ് ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ട്യൂബ്യൂൾസും കൂടിയിട്ടാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഈ ട്യൂബ്യൂൾസിന്റെ സ്പേസ് വിത്തിൻ ദ ട്യൂബ്യൂൾസ്, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലൂമൻ എന്ന് പറയുന്നത്. സ്പേസ് വിത്തിൻ ദ ട്യൂബ്യൂൾസ് ഓഫ് ഇയർ ഇസ് കോൾഡ് ആസ് ദ ലൂമൻ. ഓക്കെ, മെയിൻ ആയിട്ടും 2 ഫോംസ് ഓഫ് ഇയർ ആണുള്ളത്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് വരുന്നത്. അപ്പം ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പോർഷനാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇത്രയും പോർഷനാണ് നമ്മുടെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂക്ലിയസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അത് ഡബിൾ മെംബ്രേനിയസ് ആണ്, അതിനൊരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഔട്ടർ മെംബ്രെയിന് കണ്ടിന്യൂസ് ആയിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, റൈബോസോംസ് അറ്റാച്ച് ചെയ്തിട്ട് കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അതിനൊരു റഫ് ലൈക്ക് അപ്പിയറൻസ് കിട്ടുന്നത്. ഇനി ഈ ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, കാൽഷ്യം അയോൺസിനെ സെക്വസ്റ്റർ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ സെൽ സിഗ്നലിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ കാൽഷ്യം സെക്വസ്ട്രേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 2 ടൈപ്പാണ് വരുന്നത്. ഏതൊക്കെയാണ്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതേപോലെ തന്നെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എക്സ്റ്റെൻസ് ഫ്രം ദി റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ടു ഫോം എ ട്യൂബുലർ നെറ്റ്വർക്ക്. അതായത് ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിലും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിലും രണ്ടും ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് കാണുന്നത് അല്ലെ. നേരത്തെ കാണിച്ചെന്ന ഫിഗറിൽ നമ്മൾ കണ്ടിരുന്നു. അതായത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണാനായിട്ട് പറ്റും. വേറെ സ്മൂത്ത് എന്ന് പറയാൻ കാരണം എന്താ, അവരിൽ റൈബോസോംസ് അറ്റാച്ച് ചെയ്ത് കാണുന്നില്ല, അതുകൊണ്ടാണ് ഇവരെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുമ്പോൾ അവരുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റി ആസിഡ് സിന്തസിസ്, ഫോസ്ഫോലിപ്പിഡ് ആൻഡ് ഫാറ്റി ആസിഡ് സിന്തസിസ് ആണ് മെയിൻ ആയിട്ട് ഇവരുടെ റോൾ.
അപ്പം ലിവർ സെൽസ്, സെക്രീറ്ററി ആയിട്ടുള്ള പ്ലാസ്മ സെൽസ്, ആന്റിബോഡി സെക്രീഷനിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഇവരിലൊക്കെ നമുക്ക് ഹൈ എമൗണ്ട് ഓഫ് ഈ ഒരു സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണാനായിട്ട് പറ്റും. ഇത് കൂടാതെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ എന്തുണ്ട്? ദേ ഓൾസോ കണ്ടെയ്ൻ എൻസൈംസ് ദാറ്റ് വിൽ ടോക്സിഫൈ കെമിക്കൽ സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ഹാർംഫുൾ സബ്സ്റ്റൻസസ് വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി മെറ്റബോളിസം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് റൈബോസോം. അപ്പം എന്താണ് റൈബോസോംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സൈറ്റോപ്ലാസ്റ്റിൽ കാണുന്ന മറ്റൊരു ഓർഗനലിയാണ് റൈബോസോം എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും 2 ടൈപ്പ് ഓഫ് റൈബോസോംസ് ആണ് വരുന്നത്. അതായത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൈബോസോംസും ഫ്രീ ആയിട്ടുള്ള റൈബോസോംസും. നമ്മൾ കണ്ടല്ലോ ER-ലൊക്കെ അറ്റാച്ച് ചെയ്ത് കാണുന്ന റൈബോസോംസ്, അതിനാണ് അറ്റാച്ച്ഡ് റൈബോസോംസ് എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിന്തസിസ് ഓഫ് സെക്രീറ്ററി ലിപ്പോസോമൽ ആൻഡ് മെംബ്രെയിൻ പ്രോട്ടീൻസ് ആണ് ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്ലസ് ഫ്രീ റൈബോസോംസ് എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ഫ്രീ റൈബോസോംസ് അവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ദേ ആർ യൂസ്ഡ് ഇൻസൈഡ് ദ സെൽ. ഓക്കെ, ഇനി യൂക്കാരിയോട്ടിക് റൈബോസോം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ട്? ദേ ഹാവ് എ സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് ഓഫ് അബൌട്ട് 80s. സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു റൈബോസോമൽ സബ് യൂണിറ്റ്സ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്, സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുമ്പോൾ സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. സ്വിഡ്ബർഗ് യൂണിറ്റിലാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, അല്ലാതെ ഇപ്പം അഡിക്റ്റീവ് ഫങ്ഷൻസ് അല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 80s ആണ്. അപ്പം ഇവർക്ക് എന്തുണ്ട്? ഒരു ലാർജ് സബ് യൂണിറ്റ് ആയിട്ടുള്ള 60s അതേപോലെ തന്നെ ഒരു 40s സബ് യൂണിറ്റും വരുന്നുണ്ട്. അപ്പൊ ഈ 60 + 40 കൂട്ടിയിട്ട് 80s വരെയല്ല വരുന്നത്. ഓക്കെ, അങ്ങനെയല്ല. ഓക്കെ, അപ്പം 80s ആണ് ടോട്ടൽ സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് ഓഫ് യൂക്കാരിയോട്ടിക് റൈബോസോംസ്. ഒരു ലാർജ് സബ് യൂണിറ്റ് ആയിട്ടുള്ള 60s സ്മോൾ സബ് യൂണിറ്റ് ആയിട്ടുള്ള 40s ആണ് വരുന്നത്. അപ്പം ഈ ലാർജ് സബ് യൂണിറ്റ് ആയിട്ടുള്ള 60s എന്തൊക്കെയുണ്ട്? 28s, 5s ആൻഡ് 5.8s RRNA പ്ലസ് 45 പ്രോട്ടീൻസും ലാർജ് സബ് യൂണിറ്റ് ആയിട്ടുള്ള 60s കാണാനായിട്ട് പറ്റും. ഇവിടെ സ്മോളർ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് 40s ആണല്ലോ. ഇതിൽ 18s RRNA 33 പ്രോട്ടീൻസും ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ലാർജ് സബ് യൂണിറ്റ് ഉണ്ട്, സ്മോളർ സബ് യൂണിറ്റ് ഉണ്ട്. ലാർജ് സബ് യൂണിറ്റ് ആയിട്ടുള്ള 60s 28s, 5s ആൻഡ് 5.8s RRNA പ്ലസ് 45 പ്രോട്ടീൻസും. സ്മോളർ സബ് യൂണിറ്റ് ആയിട്ടുള്ള 40s ഇറ്റ് കണ്ടെയ്ൻസ് 18s RRNA ആൻഡ് 33 പ്രോട്ടീൻസും ആണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞ ഈ 28s RRNA, 18s RRNA ആൻഡ് 5.8s RRNA ഉണ്ടല്ലോ, ഇവരെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടുന്നാ? നമ്മൾ നേരത്തെ പറഞ്ഞ സെക്കൻഡറി ന്യൂക്ലിയോലൈൽ കാണുന്ന സെക്കൻഡറി കൺസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ NOR എന്ന് വിളിച്ചു, ന്യൂക്ലിയർ ഓർഗനൈസിംഗ് റീജിയൻ. ആ ന്യൂക്ലിയർ ഓർഗനൈസിംഗ് റീജിയനിൽ കാണുന്ന ക്രോമസോംസ് ഉണ്ട്. ആ ക്രോമസോംസിലാണ് ഈ 28s, 18s ആൻഡ് 5.8s RRNA എല്ലാം തന്നെ ജീൻസ് ഇരിക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 28s, 18s ആൻഡ് 5.8s RRNA are produced by the genes in the chromosomes of the nuclear organizing region of the cell nucleus. Okay. ഇനി വരുന്ന ഒരു ഓർഗനലിയാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. സോ മൈറ്റോകോൺട്രിയനെ ഫസ്റ്റ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് ആൽബർട്ട് വോൺ കൊഹിലർ ഇൻ 1850 ഫ്രം ദ സ്ട്രയേറ്റഡ് മസിൽ സെൽസ് ഓഫ് ഇൻസെക്ട്. ഓക്കെ, അപ്പം ഗ്രീക്കില് ഈ മൈറ്റോ എന്ന് വെച്ചാൽ എന്താ? ത്രെഡ് എന്നാണ് അർത്ഥം. കോൺട്രിയോ എന്ന് വെച്ചാൽ ഗ്രാന്യൂൾ എന്നാണ് അർത്ഥം. അപ്പം ഇതിനൊരു ത്രെഡ് ലൈക്ക് അപ്പിയറൻസ് ഉള്ളത് കൊണ്ടാണ്, ഗ്രാന്യൂൾ വിത്ത് ത്രെഡ് ലൈക്ക് അപ്പിയറൻസ് ആയതുകൊണ്ടാണ് ഇതിനെ മൈറ്റോകോൺട്രിയ എന്ന് കാൽ ബെൻഡ കോയിൻ ചെയ്തിട്ടുള്ളത്. ഒരു വേർഡ് മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് കോയിൻ ചെയ്തിട്ടുള്ളത് കാൽ ബെൻഡ ആണ്. ഓക്കെ, ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് ആൽബർട്ട് വോൺ കൊഹിലർ ആണ് ഇൻ 1850. നമ്മൾ പിന്നെ ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിച്ചിട്ടുണ്ടാണ് മൈറ്റോകോൺട്രിയ ആസ് എ പവർ ഹൗസ് ഓഫ് എ സെൽ. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെ പവർ ഹൗസ് ഓഫ് എ സെൽ എന്ന് പറയുന്നത്? കാരണം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ATP പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇവരെ മൈറ്റോകോൺട്രിയ ദ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. അതുകൂടാതെ ഇവരെന്താണ്? ഒരു സെമി ഓട്ടോണമസ് ഓർഗനല്ലേ എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ട് സെമി ഓട്ടോണമസ് ഓർഗനല്ലേ എന്ന് പറയുന്നത് കഴിഞ്ഞാല്, അതായത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് സ്വന്തമായിട്ട് DNA, റൈബോസോംസും അതർ പ്രോട്ടീൻ മെഷീനറീസ് ഒക്കെ ഉണ്ട്.
അപ്പം ഇവർക്ക് കുറച്ച് ഇൻഡിപെൻഡൻ്റ്ലി ഫങ്ഷൻ ചെയ്യാൻ പറ്റും. ന്യൂക്ലിയസിൽ നിന്ന് ഇവർക്ക് കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഈ മൈറ്റോകോൺട്രിയനെ നമ്മൾ സെമി ഓട്ടോണമസ് ഓർഗനൽ എന്നും കൂടെ പറയുന്നുണ്ട്. ഇനി ഇവരും എന്താണ്, നമ്മുടെ ന്യൂക്ലിയസ് പോലെ ഡബിൾ മെംബ്രെയിനിയസ് ആണ്. ഒരു ഔട്ടർ മെംബ്രെയിനും അതേപോലെ തന്നെ ഇവർക്ക് ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ട്. അപ്പം ഇവരുടെ ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് സ്മൂത്ത് ആണ്. പ്ലസ് ഇന്നർ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ത്രോൺ ഇൻ ടു എ സീരീസ് ഓഫ് ഇൻഫോൾഡിങ്സ്. അതിനാണ് നമ്മൾ സിസ്റ്റേ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഫിഗറിലും കാണാൻ പറ്റും. അതായത് ഇന്നർ മെംബ്രെയിനിൽ കുറേ ഇൻഫോൾഡിങ്സ് ഉണ്ട്. ഇതിനാണ് നമ്മൾ സിസ്റ്റേ എന്ന് പറയുന്നത്. ഈ സിസ്റ്റേ എന്ന് പറയുന്നത് ഇസ് ഓൾസോ എന്താ പറയുക, മെട്രിക്സിലോട്ട് പ്രൊജക്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രൊട്രൂഡ് ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ഇടയിലുള്ള സ്പേസ്, അതിനാണ് നമ്മൾ ഇന്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഔട്ടർ മെംബ്രെയിനിൽ ദർ ആർ സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻ കോൾഡ് പോറിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്രോട്ടീൻസ് വഴി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, സെവറൽ മോളിക്യൂൾസിന്റെ ഫ്രീ പാസേജ് ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് ഫ്രീ പാസേജിന് പോസിബിൾ ആയിട്ടുണ്ട്. ഔട്ടർ മെംബ്രെയിനിലുള്ള നമ്മുടെ പോറിൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് വഴി സെവറൽ അയൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് എത്തുന്നുണ്ട്. ഓക്കെ, വെറസ് നമ്മുടെ ഇന്നർ മെംബ്രെയിൻ നമ്മൾ പറഞ്ഞല്ലോ, ഇന്നർ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് ഇംപെർമിയബിൾ ആണ്. ഔട്ടർ മെംബ്രെയിൻ പെർമിയബിൾ ആണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പോറിൻസ്. പക്ഷെ ഇന്നർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇംപെർമിയബിൾ ആണ്. നമ്മൾ ഈ പറഞ്ഞ മെട്രിക്സ് ഉണ്ടല്ലോ, അതായത് മൈറ്റോകോൺട്രിയയുടെ അകത്ത് കാണുന്ന മെട്രിക്സ് എന്ന് പറയുന്നതിൽ ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് എൻസൈംസ് ഫോർ ദ ക്രെബ് സൈക്കിൾ ഓർ ദി ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. അതായത് C3 സൈക്കിളിന് വേണ്ട എൻസൈംസും ക്രെബ് സൈക്കിൾ C3 സൈക്കിൾ അല്ലെങ്കിൽ ക്രെബ് സൈക്കിളിന് വേണ്ട എൻസൈംസും നമുക്ക് ഈ മൈറ്റോകോൺട്രിയൽ മാട്രിക്സിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഇത്രയാണ് നമ്മുടെ പാർട്ട് 1 നമ്മൾ കവർ ചെയ്യുന്നത്.